അങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മുടെ 225 ഇങ്ങെത്തി. സോ ഇറ്റ്സ് ടൈം ടു പ്ലാൻ ഫോർ 225. തുടക്കത്തിൽ തന്നെ കുറച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് അങ്ങോട്ട് ആസ്തെറ്റിക് വൈബ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്നെ ഒന്ന് ഓണാക്കി എടുക്കാൻ. കുട്ടാ, മകൻ അവിടെ ഒന്ന് മാറിയിരുന്നോളൂ. സത്യത്തിൽ ഇന്ന് എനിക്ക് അത്ര ഭയങ്കര നല്ലൊരു ദിവസമൊന്നുമല്ല, ആകെ കൂടി അങ്ങോട്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. സോ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്ക് നെക്സ്റ്റ് 225 ഒരു ബുള്ളറ്റ് ജേണൽ റെഡിയാക്കാമെന്ന്. എന്ത് തേങ്ങയാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് ടിൽ നൗ എനിക്ക് ഒരു പിടിയുമില്ല. അതായത് ഈ ലൈഫ് ഇങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യാതെ താറുമാറായി കിടന്ന് എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന എന്നെ പോലുള്ളവർക്ക് പെട്ടെന്നൊരു കാര്യം നന്നായിട്ട് പ്ലാൻ ചെയ്ത് നല്ലൊരു പ്രോസസ്സിങ്ങിലൂടെ പോകണമെന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന സർവ്വസാധാരണമായ ഒരു സംഗതിയാണ് എന്ത് തേങ്ങയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അവസ്ഥ. എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു 3 months എങ്ങാനുമായിട്ടേ ഉള്ളൂ ഈ ഒരു ബുള്ളറ്റ് ജേണൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നാലും കംപ്ലീറ്റ്ലി ബുള്ളറ്റ് ജേണൽ അനുസരിച്ച് ഹോപ്പ്ഫുള്ളി എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിയിൽ അത്രയും നോർമൽ ആൻഡ് കംപ്ലീറ്റഡ് ലൈഫ് ഞാൻ എത്തിയിട്ടില്ല. സോ മൊത്തത്തിൽ അങ്ങ് പറയുവാണെങ്കിൽ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പതിയെ പതിയെ മാത്രമേ നമ്മൾ ഓക്കെ ആയിട്ട് നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിലേക്ക് എത്തുള്ളൂ. സോ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഒരു പേജിൽ ഇങ്ങനെ ഹലോ 225 എന്നൊക്കെ എഴുതി ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞാണ് എഴുതിയത്. ഈ വർഷമെങ്കിലും ഒന്ന് ഗതി പിടിച്ചാൽ മതിയായിരുന്നു, നടക്കുമായിരിക്കും. ലുക്കിന് വേണ്ടി ഒന്നും നോക്കില്ല, ഒരു ലീഫൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ലെതറിട്ട പുള്ളി ഒന്ന് ഓപ്പൺ ചെയ്യാൻ. ഇതിൽ നിറയെ പെൻസിലുകളാണ് ഗൈസ്. പണ്ട് ഡ്രോയിങ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. സ്റ്റിൽ നൗ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു പെൻസിലൊക്കെ സെലക്ട് ചെയ്ത് ഒരു പടം വരയ്ക്കാം ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എല്ലാ പ്രാവശ്യവും ബുള്ളറ്റ് ജേണൽ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കവർ പേജ് ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റി ആയിട്ട് എടുത്തുകൊണ്ട് വന്നിങ്ങനെ വരയ്ക്കാറുണ്ട്. അങ്ങനെ ഇത്തവണ പിൻട്രസ്റ്റിൽ നിന്നും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത ഒരു പിക്സ് ആണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഈ യെല്ലോ ബൾബുകളാണ്. ഇതെനിക്ക് എവിടെ കണ്ടാലും എനിക്ക് ആ പിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്തവണ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ മന്തിന്റെ നെയിം ജാനുവരി ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പുറത്തെ പേജിലേക്ക് ഒരു കലണ്ടർ കൊടുത്തു. എന്നിട്ട് ആ മാസത്തിലെ ഇമ്പോർട്ടൻ്റ് എനിക്കിഷ്ടപ്പെട്ട ഡേറ്റ്സുകൾ മാത്രം ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു വർഷവും സംഭവിക്കാത്തൊരു വലിയ കാര്യമാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുകയാണ്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. ന്യൂ ഇയർ എൻ്റെ ആവുന്ന സമയത്ത് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ആന ചേന ഇങ്ങനെ പറയേണ്ട അവസ്ഥ എനിക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് മുന്നേറാം, നമുക്ക് നന്നാവണം. ആദ്യമായിട്ട് എടുക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയതുകൊണ്ട് അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ടൈം ഉണ്ട്, അല്ലെങ്കിൽ ചില ശീലങ്ങൾ എനിക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ തോന്നുന്ന കുറച്ച് തോട്ട്സുകളാണ് ഞാൻ എടുത്തത്. നൗ ലെറ്റ്സ് മേക്ക് സം സ്റ്റിക്കേഴ്സ്. ഐ ലവ് ഡൂയിങ് ദിസ്. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു അൺപ്ലാൻഡ് ലേഡി ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്ട്രോബെറി അങ്ങോട്ട് വരച്ചെടുത്തു. പിന്നെ തോന്നി കുറെ ഫ്രൂട്ട്സ് വരയ്ക്കാന്ന്. പിന്നെ അങ്ങോട്ട് തണ്ണിമത്തനായി. അത് കഴിഞ്ഞപ്പോൾ വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മ്യൂസിക്കിന്റെ സിമ്പിൾസ് ചെയ്യാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നി എന്നാൽ കിവിയുടെ ഫ്രൂട്ട്സും കൂടി ചെയ്യാം. അതിൽ മൊത്തത്തിലൊരു ഫ്രൂട്ട് കട തന്നെ ഞാൻ ഇവിടെ അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറച്ച് സർക്കിൾസ് അത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഒട്ടിക്കാന്ന് വിചാരിച്ചു. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ. നമുക്ക് കുറച്ച് തണ്ണിമത്തൻ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. എനിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വരച്ചെടുക്കുന്നതാകുമ്പോൾ നമ്മൾ ഒട്ടിച്ച് പോകും ഗൈസ്. I got an idea of what to add in bullet journal. So I prepared all the main headings. So first നമുക്ക് highlights of the day ചെയ്യാം. ഇത് വളരെ വളരെ അടിപൊളി പരിപാടിയാണ് ഗൈസ്. കാരണം എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ സംഭവിക്കും, എന്തെങ്കിലും പോക്രിത്തരങ്ങൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് വരും, എന്തെങ്കിലുമൊക്കെ നല്ലത് വരും. സോ ഇതെല്ലാം ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ പേരിലോ നമ്മളൊന്ന് എഴുതി വെക്കുമ്പം ആ ഫീലിങ്സ് വേറെ ഏതോ ഒരു ഫീലിങ്സ് ആണ്. അത് സത്യമാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നും പറിച്ചെടുത്ത വാക്കുകളാണ്, കുറിച്ചു വെച്ചോളൂ. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി 31st വരെ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓരോ ലൈൻസ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മ്യൂസിക്കിന്റെ സിമ്പിൾസ് ഇടയ്ക്കൊക്കെ ഒട്ടിച്ചെടുത്ത് ആ പേജിനെ ഒന്ന് കളർഫുൾ ആക്കി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ വാടക്കുട്ട. ഈ അടുത്തതാണ് നമ്മുടെ ഗോൾസ് ഓഫ് ദി മന്ത്. ഇത് ഞാൻ പൊളിക്കും.
ഈ പരിപാടി നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാരണം ഈ ഒരു വർഷകാലത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഗോൾസ് ഉണ്ട്. ആ ഒരു തീമിലാണ് ഞാൻ സംഭവം ഇത് ചെയ്യുന്നത്. ജാനുവരി നമ്മുടെ ഫസ്റ്റ് മന്ത് ആണല്ലോ. അപ്പൊ ജാനുവരി മുതലേ നമുക്ക് ഈ ഗോൾസ് സെറ്റ് ചെയ്യാം. ജാനുവരിയിൽ ചിലപ്പം അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അത് ഫെബ്രുവരിയിലായിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. സോ ഓരോ മന്ത് നമ്മൾ ഏതൊക്കെ നമ്മളിങ്ങനെ അച്ചീവ് ചെയ്യുന്നു ഇല്ല എന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് ഓരോ മന്തും ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് പ്ലാൻ ചെയ്തത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഗോൾസ് ആണ്. അപ്പൊ ഇത്തവണ എനിക്ക് കുറെ ബുക്സ് വായിക്കണം, കുറെ ജേർണൽസ് ചെയ്യണം. അതേപോലെ തന്നെ ഉറക്കം വളരെ കുറവാണ് എനിക്ക്, പിന്നെ അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. സോ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് എൻ്റെ പരിപാടി. നെക്സ്റ്റ് ഫോക്കസ് ഈസ് ഹെൽത്ത്. അത് പിന്നെ ആർക്കാ ഇല്ലാത്തത്? മെയിൻ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം. അതേപോലെ തന്നെ എനിക്ക് വെള്ളം കൂടി വളരെ കുറവാണ്, അപ്പൊ അതൊന്ന് ഓക്കെ ആക്കി എടുക്കണം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം, നല്ലൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് തോട്ട്സ് ഉണ്ട്. സോ അതാണ് എൻ്റെ സെക്കൻഡ് ഗോൾ. തേർഡ് ഫിറ്റ്നസ്. അത് നമ്മുടെ ഡു എക്സസൈസ് റെഗുലർലി, ഡു ആപ്സ് വർക്കൗട്ട്. കാരണം ഇത് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യും ജിമ്മിൽ പോയാൽ, അതുകൊണ്ടാണ് അത് ഞാൻ ഫോക്കസ് ചെയ്തെടുത്തത്. പിന്നെ വെയിറ്റ് ഒന്ന് ലോസ് ചെയ്യണം, അങ്ങനെയൊക്കെ സംതിങ്. നെക്സ്റ്റ് ഗോൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അതായത് ബി കൈൻഡ് ടു പീപ്പിൾ ആൻഡ് ഹൗ പേഷ്യൻസ്. അത് കുറച്ച് ഭയങ്കര കുറവാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. സോ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് എൻ്റെ ക്യാരക്ടർ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് ഐ തോട്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ഫിനാൻസ്. സാലറി കൈ കിട്ടുന്നതും അറിയാം, തീരുന്നതും മാത്രം അറിയാം. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫെയ്ത്ത്, അത് പിന്നെ മസ്റ്റാണ്. ഞാൻ കുറച്ച് സ്പിരിച്വലി ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു ഗേളാണ്. സോ അങ്ങനെ എനിക്ക് സ്പിരിച്വലി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും പറ്റും, അതിനെ പറ്റിയിട്ടൊരു പ്ലാനാണ്. നെക്സ്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയാസും അതേപോലെ തന്നെ എൻ്റെ ഹോബീസ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പ്ലാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അച്ചീവ് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡ് കാര്യം. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാമല്ലോ. ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് വരുമ്പോൾ അവസാനം നമ്മൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കുറച്ച് സ്റ്റിക്കറോടെ ഒട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നിങ്ങളും ഇതുപോലെ നല്ല നല്ല പ്ലാൻസുകൾ എടുക്കുക. വർക്കൗട്ട് ആവോ ഇല്ലെന്ന് നമുക്ക് പിന്നെ നോക്കാം. അടുത്തതാണ് നമ്മുടെ വീക്ക്ലി പ്ലാനർ. എൻ്റെ കർത്താവാണ്, ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഈ സംഭവം. കാരണം മാറ്റങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ചിലത് നടക്കും, ചിലത് നടക്കില്ല. ചിലപ്പോൾ ഞാൻ ലേസി ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ടത്തെ ഒരു ഞാനല്ല ഇപ്പോൾ. കാരണം എന്തൊക്കെയോ ചേഞ്ചുകൾ എനിക്ക് വന്നിട്ടുണ്ട്. സോ ഐ റിയലൈസ്ഡ് ഇറ്റ്സ് വർക്ക് വെൽ. ഞാൻ പോലും അറിയാതെ ഇതെന്നെ മാറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഭവമാണ് ഈ വീക്ക്ലി പ്ലാനർ. ദിവസവും പ്ലാൻ ചെയ്യും ഗൈസ്. നടക്കുകയോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡ് പരിപാടിയാണ്. പ്ലാനിങ്ങിന് ഒരു കുറവും ഞാൻ വരുത്തില്ല. ഒരാവേശത്തിന് അങ്ങ് വരയിട്ട് കളിച്ചപ്പോൾ കുറച്ച് കോളങ്ങൾ അധികമായി പോയി. പിന്നെ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഒരു വിൻറ്റേജ് ടൈപ്പിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഒന്ന് ചെയ്യാന്ന്. അങ്ങനെ എൻ്റെ ആക്രി കൂമ്പാരത്തിൽ പോയി തപ്പിയപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു പേപ്പറാണ്, ഒരു ബ്രൗൺ പേപ്പർ. എന്നാൽ നമുക്ക് ഇതിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. വ്യക്തമായിട്ട് പ്ലാനിങ്ങുകളൊന്നുമില്ല. പിന്നെ കുറേ പേര് ജേർണൽസിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരു വിൻറ്റേജ് ടൈപ്പ് ആ ഒരു സംഭവം. ഇതിനെ ഞാൻ ആ ബാക്കി വന്ന കോളത്തിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ പുറത്തുകൂടി ഒട്ടിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ സ്ട്രോബെറി കുട്ടന്മാരുണ്ടല്ലോ, അവന്മാരെ നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബട്ട് ഒട്ടിച്ചപ്പോൾ നൈസായിട്ടുണ്ട് ഗൈസ്. സിമ്പിൾ വിത്ത് ഹംബിൾ, അടിപൊളി. സോ ക്യൂട്ട് ആൻഡ് നൈസ്. യാ. നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് ഒരു മൂഡ് ട്രാക്കർ ചെയ്യാം. ഇതും നല്ല അടിപൊളി സംഭവമാണ്. ഓരോ ദിവസത്തെയും മൂഡ് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ മൂഡ് ട്രാക്കർ ചെയ്തിട്ട് മനസ്സിലായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഡേ എന്ന് തോന്നും. ബട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആയിരിക്കും, പെട്ടെന്ന് നമ്മുടെ ആ മൂഡ് ചേഞ്ച് ആവും. സോ ഐ നോട്ടീസ് ദാറ്റ് ചെറിയൊരു സിറ്റുവേഷൻ മതി നമ്മുടെ ഹോൾ ആ മൂഡിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ. ഈ സംഭവം ഞാൻ ഓരോ ദിവസങ്ങളിലും എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് തന്നെ ഈ മൂഡ് ട്രാക്കർ ചെയ്യുമ്പോഴാണ്. അടുത്തതായിട്ട് ഹാബിറ്റ് ട്രാക്കർ. ഈ ഒരു പരിപാടി എൻ്റെ പൊന്നോ, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ ഹാബിറ്റ് ട്രാക്കറിന്റെ കോളം എല്ലാം ഒന്ന് കറുപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് റീഡ് ചെയ്ത ദിവസങ്ങൾ വരെയുണ്ട്. കാരണം റീഡിങ്ങും എൻ്റെ ഒരു ഹാബിറ്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ ഫോളോ ചെയ്ത് നോക്കുന്നത്. മൊത്തത്തിൽ ഒരു മടിയത്തിയായി എന്നെ
നല്ലൊരു കുട്ടി എന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ ഹാബിറ്റ് ട്രാക്കർ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് ജേർണലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ പറയാലോ, സത്യത്തിൽ ഈ സംഭവം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാത്ത ചേഞ്ചസ് വരുന്നത്. ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ എൻ്റെ കുറേയേറെ ഹാബിറ്റ്സ്, ഞാൻ ഈ കുഴിച്ചു മൂടി കളഞ്ഞിരിക്കുന്ന ഹാബിറ്റ്സ് ഇല്ലേ, ഇതെല്ലാം എനിക്ക് വീണ്ടും റിക്കവർ ചെയ്യാൻ സാധിച്ചത് ഈ ഒരു ബുള്ളറ്റ് ജേർണൽ, ഈ ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്തുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ സർക്കിൾസിന്റെ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് നമ്മുടെ മൂഡ് ട്രാക്കർ ആൻഡ് ഹാബിറ്റ് ട്രാക്കർ. നെക്സ്റ്റ്, സ്ലീപ്പ് ട്രാക്കർ. ഉറക്കമില്ല ഗൈസ്. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ സ്ലീപ്പ് ട്രാക്കർ ചെയ്തു, ബട്ട് ഞാൻ വിചാരിച്ച മാതിരി നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ മാസമെങ്കിലും നല്ലൊരു ഉറക്കശീലം എനിക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ എഗെയിൻ ഞാൻ വീണ്ടും ഫോളോ ചെയ്യാണ് സ്ലീപ്പ് ട്രാക്കർ. ഓരോ കളർ കോഡൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 6 hours സ്ലീപ്പ് അല്ലെങ്കിൽ 8 hours സ്ലീപ്പ് ആണെങ്കിൽ ഇന്ന കളർ കൊടുക്കും. 9+ hours ഞാൻ സ്ലീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു കളർ കോഡ്. അങ്ങനെ കളർ വെച്ചിട്ട് എത്രമാത്രം ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ബ്രെയിൻ ഡംപ് വളരെ ആവശ്യം. വേറെ ഒന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഈ പരിപാടി ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഐറ്റം കാണിച്ചുതരാം. ഇത് കാണുമ്പം ആദ്യം നമുക്ക് ലിപ്സ്റ്റിക് പോലെ തോന്നുമെങ്കിലും ഇതൊരു ക്യൂട്ട് പെന്നാണ്. എനിക്കിതുപോലുള്ള ക്യൂട്ട് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. സ്ലീപ്പ് ട്രാക്കറിന്റെ നടുക്ക് ഞാൻ ഒരു സ്ലീപ്പിനെ പറ്റി ഒരു കോഡ്സ് ഒക്കെ എഴുതി കൊടുത്തു. നമ്മൾ നേരത്തെ ഒട്ടിച്ച് ബാക്കി വെച്ചിരുന്ന ഒരു 2-3 സ്ട്രോബെറി സ്റ്റിക്കേഴ്സ് കയ്യിലുണ്ടായിരുന്നു. അതും കൂടി അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഈ പേജസ് ഒക്കെ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അലങ്കരിക്കുന്നത് ഭയങ്കര ഹരമാണ്. അടിപൊളി പരിപാടിയാണ് ഇങ്ങനെ പറക്കിയൊട്ടിച്ചുകൊണ്ടിരിക്കാൻ. നെക്സ്റ്റ് വന്നിട്ട് അച്ചീവ്മെന്റ്സ്. മന്ത്ലി നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ചെറുതാണെങ്കിലും ഞാൻ നോട്ട് ചെയ്യും. കാരണം ചെറിയ കാര്യങ്ങൾ നമ്മളെ വലിയ കാര്യങ്ങൾ നേടാൻ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബുള്ളറ്റ് ജേർണൽ.